എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. 2027 സെൻസസിൻ്റെ ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൺലൈൻ ഡെമോൺസ്ട്രേഷനാണ് ഇന്നിവിടെ നോക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് censusindia.gov.in എന്ന വെബ്സൈറ്റാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം നമുക്കിവിടെ സെൽഫ് എന്യൂമറേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമുക്ക് സെൽഫ് എന്യൂമറേഷൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. തുടർന്ന് നമ്മൾ sc.census.gov.in എന്ന സൈറ്റിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമ്മൾ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റേറ്റ് തിരഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ കേരളം തിരഞ്ഞെടുത്ത് കൊടുത്ത് നോക്കുകയാണ്. അതിനുശേഷം തൊട്ടു താഴെയുള്ള ക്യാപ്ച കോഡുകൾ, ആ നമ്പരും അക്ഷരങ്ങളുമൊക്കെ അടങ്ങിയ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യണം. തൊട്ട് വലത് സൈഡിലുള്ള റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറി വരും. ഇവയെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ജൂൺ 16 ശേഷം സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത ശേഷം നമ്മൾ ഇങ്ങനെയൊരു വെരിഫിക്കേഷൻ നടപടി പൂർത്തിയായി ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ പേരാണ്. മുതിർന്ന മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒക്കെ പേര് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. തൊട്ട് താഴെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലാംഗ്വേജാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഇത് മലയാളം, ഇംഗ്ലീഷും ഉൾപ്പെടെ ഏതാണ്ട് ഒട്ടുമിക്ക ലാംഗ്വേജുകളുമുണ്ട്. ഞാനിവിടെ മലയാളം തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. ഇംഗ്ലീഷ് വേണ്ടുന്നവർക്ക് അത് കൊടുക്കാം. ഏത് ലാംഗ്വേജ് കൊടുക്കുന്നോ അതിലായിരിക്കും തുടർന്ന് വരുന്ന ക്വസ്റ്റ്യനെയർ ചോദ്യാവലി ഉണ്ടാവുക. അതിനുശേഷം തുടർന്ന് മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTP കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ജില്ലയും പിൻകോഡും താഴെ മേൽവിലാസവും വീട്ടു നമ്പരും ഒക്കെ കൊടുക്കാനുള്ള കോളംസ് ഉണ്ട്. ഇവയെല്ലാം കൊടുത്ത് തിരയുക എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ താഴെ ഒരു മാപ്പ് പ്രത്യക്ഷപ്പെടുകയും നമ്മളെ അഡ്രസ്സ് അവിടെ കാണിക്കുകയും അത് പിൻ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന സേവ് ചെയ്ത് അടുത്തത് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ വേണം എന്നുള്ളതാണ്. വേണം എന്നുള്ളതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനെയറിൻ്റെ പേജിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇവിടെ 33ഓളം ചോദ്യാവലികളാണ് ഉള്ളത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. റോഡിൽ നിന്നോ പൊതുമുറ്റം, ഗോവണി എന്നിവയിൽ നിന്നോ പ്രധാന പ്രവേശന മാർഗമുള്ളതിനാൽ ഒരു യൂണിറ്റായി ഉപയോഗിക്കുന്നതോ പരിഗണിക്കുന്നതോ ആയ കെട്ടിടമോ കെട്ടിടത്തിൻ്റെ ഭാഗമോ ആണ് ഒരു സെൻസസ് വീട്. ഈ അടിസ്ഥാനപരമായ കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് താഴേക്ക് അതിൻ്റെ ചോദ്യാവലികളാണ്. ഇടത് സൈഡിൽ ചോദ്യവും വലത് സൈഡിൽ അതിൻ്റെ ആൻസർ. റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ചോദ്യം, സെൻസസ് വീടിൻ്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി. തറയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി. സെൻസസ് വീടിൻ്റെ നിലത്തിൻ്റെ ഭൂരിഭാഗവും നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രിയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഇവിടെ മണ്ണ്, കല്ല്, സിമെൻറ്റ്, മൊസൈക്ക്, ടൈൽസ് തുടങ്ങിയ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അനുയോജ്യമായ ഒന്നിന് നേർക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത്, സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാനപ്പെട്ട സാമഗ്രി. ഭൂരിഭാഗം വരുന്ന സാമഗ്രിയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവ തിരഞ്ഞെടുക്കണം. ഇവിടെ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പുല്ല്, ഓല, സിമെൻറ്റോ, ചുണ്ണാമ്പ്, ചാന്തോ, പൂച്ചിയ കല്ല്, ചുട്ട ഇഷ്ടിക, കോൺക്രീറ്റ് തുടങ്ങിയവയൊക്കെ കാണാൻ സാധിക്കും. അടുത്തത്, സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രിയാണ് കൊടുക്കേണ്ടുന്നത്. ഒന്നിലധികം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണ് കൊടുക്കേണ്ടുന്നത്. വലത് സൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വലത് സൈഡിൽ കാണുന്ന ഓപ്ഷനുകളിൽ നിങ്ങളുടെ വീടിന് അനുയോജ്യമായതിന് നേർക്കുള്ള റൗണ്ടാണ് എനേബിൾ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ. ഒരു വീട് നശിച്ചുകൊണ്ടിരിക്കുകയും വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരികയും ചെയ്താൽ അത് ജീർണിച്ചത് എന്ന് കണക്കാക്കുന്നു. നന്നാക്കാൻ കഴിയാത്ത വിധം നശിച്ചാലും അത് ജീർണിച്ചത് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത് തുടങ്ങിയവയാണ്. ഇവയിൽ അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കണം. ഇവിടെ അനുയോജ്യമായ റൗണ്ടുകളൊക്കെ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത ശേഷം താഴെ വന്ന് സേവ് ചെയ്ത് അടുത്തത് അല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. ഇടത് സൈഡിൽ പിറകോട്ട് അല്ലെങ്കിൽ പ്രീവിയസ് പോയി നമുക്ക് കറക്റ്റ് ചെയ്ത് വരാനുള്ള അവസരവും ഉണ്ട്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ആർ യു ഷ്യൂർ ടു കണ്ടിന്യൂ അല്ലെങ്കിൽ തുടരണമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്നതിന് നേർക്ക് വേണം എന്നതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. സെൻസസിൻ്റെ ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷന് ഇവിടെ 4
ഘട്ടങ്ങൾ ഉണ്ടെന്ന് കാണാം. സൂചനാ വിവരങ്ങൾ, സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങൾ, കുടുംബത്തിൻ്റെ വിവരങ്ങൾ, സൗകര്യങ്ങൾ, ആസ്തികൾ, പ്രിവ്യൂവും സ്ഥിരീകരണവും, അങ്ങനെ 6 ഘട്ടങ്ങളാണുള്ളത്. അടുത്ത പേജിൽ ആദ്യത്തെ ചോദ്യം, ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ എണ്ണം എത്രയെന്നാണ്. എണ്ണുമ്പോൾ ശിശുക്കളും പ്രായമായവരും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ള സാധാരണയായി താമസിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തണം. അതേസമയം സന്ദർശകരെ അവരുടെ താമസ സ്ഥലങ്ങളിൽ എണ്ണുന്നതിനാൽ ഒഴിവാക്കണം. അതുപോലെ തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ ഇവിടെ ഒന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂൺ 16 ശേഷമുള്ള വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. തുടർന്നുള്ള യഥാർത്ഥ വീഡിയോയിൽ കാര്യങ്ങൾ വിശദമാക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടിരുന്നാൽ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അടുത്തത് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേരാണ്. ഇത് നമ്മൾ ഫിൽ ചെയ്ത് വന്നപ്പോൾ ആദ്യം ലോഗിനിൽ കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ മുതിർന്ന അംഗത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ സാമ്പിൾ നെയിം എന്ന് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള പേരാണ് അവിടെ വരേണ്ടുന്നത്. ഇനി അടുത്തത് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര് നമ്മൾ തിരഞ്ഞെടുത്ത് വന്ന ലാംഗ്വേജിൽ കൊടുക്കണം. നമ്മളിവിടെ മലയാളമാണ് തിരഞ്ഞെടുത്ത് വന്നത്, അതുകൊണ്ട് ഇവിടെ കീബോർഡും കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ കീബോർഡ് തിരഞ്ഞെടുത്ത് നമുക്ക് നാഥൻ്റെ പേര് കൊടുക്കാം. അതല്ലെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് തൊട്ട് താഴെയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റായി വരും. അത് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണോ എന്നാണ്. SC/ST വിഭാഗമാണോ എന്നാണ്. SC/ST വിഭാഗത്തിൻ്റെ ലിസ്റ്റ് കാണാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പട്ടികജാതിക്കാർ ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങളിൽ മാത്രം പെട്ടവരായിരിക്കും. മറ്റൊരു മതത്തിലും പെടുകയില്ല. പട്ടികവർഗക്കാർ ഏത് മതത്തിൽപ്പെട്ടവരുമാകാം. SC/ST വിഭാഗത്തിൽ പെടാത്തവർ, മറ്റുള്ളവർ എന്നത് എനേബിൾ ചെയ്ത് കൊടുക്കണം. അടുത്തത് ഈ വീടിൻ്റെ ഉടമസ്ഥ സംബന്ധിച്ചിട്ടുള്ളതാണ്. സ്വന്തം, വാടകയ്ക്ക്, മറ്റെന്തെങ്കിലും തുടങ്ങിയ ഓപ്ഷൻസാണ്. തൊഴിലുടമ നൽകുന്ന താമസ സൗകര്യം, സർക്കാർ കോട്ടേജ് മുതലായവ വാടകയായി കണക്കാക്കാവുന്നതാണ്. അടുത്തത് താമസയോഗ്യമായ മുറികളുടെ എണ്ണം. വീട്ടിലെ മുറികളുടെ എണ്ണമാണ് കൊടുക്കേണ്ടുന്നത്. അടുക്കള, കുളിമുറി, കക്കൂസ്, കലവറ, ഇടനാഴി, വരാന്ത എന്നിവ താമസമുറിയായി കണക്കാക്കരുത്. ബാക്കിയുള്ളവയാണ് കൊടുക്കേണ്ടുന്നത്. അവരുടെ എണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അടുത്തത് ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ എണ്ണമാണ്. സ്ഥിരമായി താമസിക്കുന്ന ദമ്പതികളിൽ ഒരാൾ താൽക്കാലികമായി സ്ഥലത്ത് ഇല്ലെങ്കിൽ കൂടി അവരെയും ദമ്പതികളായി കണക്കാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. ഇവയെല്ലാം ശരിയായി കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് അടുത്തത് എന്ന ലിങ്ക് എനേബിൾ ആകും. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. വേണം എന്നതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്നുള്ള അടുത്ത പേജിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ് ഏതെന്നാണ്. കുടിവെള്ളത്തിനായി നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഏത് മാർഗമാണെന്നാണ്. വലതു സൈഡിൽ ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവയിൽ ഒന്നിന് നേർക്ക് റൗണ്ട് എനേബിൾ ചെയ്യണം. 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും കുടിവെള്ളം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഉപയോഗിച്ച അതല്ലെങ്കിൽ വർഷത്തിൽ കൂടുതൽ കാലയളവിൽ ലഭ്യമായ സ്രോതസ് അല്ലെങ്കിൽ മാർഗം രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത, എങ്ങനെയൊക്കെയാണ് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നത് എന്നതാണ്. ഓരോ ക്വസ്റ്റ്യനോടും ചേർന്ന് ഇൻഫർമേഷൻ്റെ മാർക്ക് റൗണ്ടിൽ കാണാം. അതിൽ കഴ്സർ കൊണ്ടുവച്ചാൽ വിശദാംശങ്ങൾ ലഭിക്കും. ഇവിടെ പരിസരത്തിനടുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഭ്യമായ സ്രോതസ്സ് നഗരപ്രദേശങ്ങളിൽ വീടിൻ്റെ പരിസരത്ത് നിന്നും 100 മീറ്ററിനുള്ളിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 500 മീറ്ററിനുള്ളിലും സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണെങ്കിൽ അവിടെ കൊടുക്കേണ്ടുന്നത് പരിസരത്ത് എന്നാണ്. ഈ പറയുന്ന 500-100 മീറ്റർ അകലം വരുന്നത് പരിസരത്തിനടുത്ത് എന്ന് കൊടുക്കുന്നതാകുമ്പോഴാണ്. അല്ലാത്തതെ ദൂരെ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അടുത്തത് വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ്. വൈദ്യുതി, സൗരോർജം അല്ലെങ്കിൽ സോളാറുമുണ്ട്. ഇതിൽ കഴിഞ്ഞ 12 മാസമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്നത്. മറ്റുള്ള ഓപ്ഷൻസും കാണാം. തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻ, കക്കൂസിൻ്റെ ലഭ്യതയാണ്. ഉണ്ട്, ഇല്ല, അങ്ങനെ 2 ആൻസേഴ്സാണുള്ളത്. ഉണ്ട് എന്നുള്ളതിൽ 3 ഉപചോദ്യങ്ങളുണ്ട്. ഇതിലൊന്നാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്നത്. അതല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് രേഖപ്പെടുത്തി കൊടുക്കാം. അടുത്തത് കക്കൂസിൻ്റെ തരം, കാറ്റഗറിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് 4 ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഓരോ ഉപവിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിന് നേർക്കുള്ള റൗണ്ട് മാത്രമേ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കൂ. അതിൽ കറക്റ്റായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ആ റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഒന്നിൽ കൂടുതൽ റൗണ്ടുകൾ എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് അഴുക്കുവെള്ളക്കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അഴുക്കുവെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കള, കുളിമുറി, അലക്കാനുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ കക്കൂസ് മാലിന്യം ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇവിടെയൊക്കെ കുറച്ച് കടുകട്ടിയായിട്ടുള്ള മലയാളം പദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന വീഡിയോകളിൽ കുറച്ചുകൂടി ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, പരിസരത്ത് ലഭ്യമായ
കുളിക്കുവാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് ഇല്ല എന്നുള്ളതിന് ആൻസറുണ്ട്, ഉണ്ട് എന്നുള്ളതിന് ആൻസറുകളും കൊടുത്തിട്ടുണ്ട്. കുളിക്കുന്നതിനായി ആ പരിസരത്തെ ഒരു പൊതു കുളിമുറിയോ മേൽക്കൂരയില്ലാത്ത ഒരു സൗകര്യത്തെയോ കുടുംബം പങ്കിടുകയാണെങ്കിൽ ആ സൗകര്യം ഉള്ളതായി കണക്കാക്കും. അടുത്തത് അടുക്കളയുടെയും LPG PNG കണക്ഷൻ്റെയും ലഭ്യതയെക്കുറിച്ചാണ്. ഇതിന് 3 ഉത്തരങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ പേരും പാചകം അടുക്കളയിൽ, അതിന് താഴെയായി LPG PNG കണക്ഷൻ ഉണ്ട് എന്നുള്ളതായിരിക്കും. അല്ലാത്തുള്ളവർക്ക് താഴോട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പല ഉപവിഭാഗങ്ങളുണ്ടെങ്കിലും ഒറ്റ റൗണ്ട് മാത്രമേ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനമാണ്. ഇതിൽ വൈദ്യുതി, LPG, വിറക് തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടുന്നത്. ഇവിടെയെല്ലാം അനുയോജ്യമായവയ്ക്ക് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിനു ശേഷം താഴെ വന്ന് സേവ് ചെയ്ത് അടുത്തത് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി വേണം എന്നുള്ളതിൽ പ്രസ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഇതുവരെ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെക്കുറിച്ചാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ കുടുംബത്തിൻ്റെ കൈവശമുള്ള സാമഗ്രികൾ അത് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ആ കുടുംബത്തിന് ലഭ്യമായതായി കണക്കാക്കുന്നതാണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ്. ഭൂരിഭാഗം അംഗങ്ങളും റേഡിയോ ചാനലുകൾ കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഏതാണെന്നാണ്. പരമ്പരാഗത റേഡിയോ സെറ്റ്, മൊബൈൽ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണത്തിൽ, അല്ലെങ്കിൽ ഇല്ല. ഉണ്ടെന്നുള്ളതിന് 3 ആൻസറുകൾ കൂടി ഉണ്ട്. അടുത്തത് ടെലിവിഷനെ കുറിച്ചാണ്. ഉണ്ട്, ഇല്ല, അങ്ങനെ 2 ആൻസറുകളാണുള്ളത്. ഉണ്ടെന്നാണ് ഉണ്ടെങ്കിൽ അതിൽ ദൂരദർശൻ സൗജന്യ ഡിഷ്, മറ്റ് DTH ഡിഷ്, കേബിൾ കണക്ഷൻ, മറ്റേതെങ്കിലും ഇതിലൊന്ന് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. അടുത്തത് ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയെക്കുറിച്ചാണ്. കുടുംബം ഒന്നിലധികം ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്ത അംഗങ്ങൾ വ്യത്യസ്ത ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൂചിപ്പിക്കേണ്ടുന്നത്. ഇവിടെ ഉണ്ട്, ഇല്ല എന്ന 2 ആൻസറുകളുണ്ട്. ഉണ്ട് ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ മൊബൈൽ സ്മാർട്ട് ഫോണിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണത്തിൽ. ഇതൊന്നുമല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കും. അടുത്തത് ലാപ്ടോപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട്, ഇല്ല, അനുയോജ്യമായത് കൊടുക്കാം. അതിനടുത്തത് ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്നിവയെക്കുറിച്ചാണ്. 2 ഇതിനകത്ത് ഉണ്ട്, മൊബൈൽ മാത്രം, അതല്ലെങ്കിൽ രണ്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാൻഡ് ലൈനും മൊബൈലും സ്മാർട്ട് ഫോണോ സാധാരണ മൊബൈലോ ആകാം. 2ഉം ലഭ്യമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, മൊബൈൽ മാത്രമാണെങ്കിൽ സ്മാർട്ട് ഫോണാണോ സാധാരണ ഫോണാണോ എന്ന് ഏതെങ്കിലും ഒന്ന് റൗണ്ട് എനേബിൾ ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു റൗണ്ട് മാത്രമേ എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഇതൊന്നും ഇല്ല എന്നുള്ളൊരു ആൻസറും അവിടെയുണ്ട്. അടുത്തത് സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ എന്നാണ്. അത് സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ് ഇവയാണെങ്കിൽ അതിന് നേർക്ക് കൊടുക്കാം. 2 ഉണ്ടെങ്കിൽ അതിന് നേർക്ക് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. അടുത്ത് കാർ, ജീപ്പ്, വാൻ അനുയോജ്യമായത് കൊടുക്കുക. ഉണ്ട്, ഇല്ല ഓപ്ഷൻസ് ഉണ്ട്. തുടർന്ന് വരുന്നത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം. ഒന്നിലധികം ധാന്യം ഉപയോഗിക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യമാണ് കൊടുക്കേണ്ടുന്നത്. അവിടെ അരി, ഗോതമ്പ്, ജാവർ, ചോളം, മറ്റ് ഓപ്ഷൻസുകളൊക്കെ വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മറ്റേതെങ്കിലും ആണെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. തൊട്ട് താഴെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്. ഇതോടെ ക്വസ്റ്റ്യനെയർ അവസാനിക്കുകയാണ്. 33 ചോദ്യങ്ങളും കഴിഞ്ഞു. ഇനി സേവ് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതല്ലെങ്കിൽ പിറകോട്ട് പ്രീവിയസിൽ പ്രസ് ചെയ്ത് ബാക്കിലോട്ടുള്ള പേജുകൾ കറക്റ്റ് ചെയ്ത് ഇതുപോലെ നെക്സ്റ്റ് കൊടുത്ത് സേവ് ചെയ്ത് മുന്നോട്ട് വന്ന് ഈ പേജിൽ എത്തിച്ചേരുകയും ചെയ്യാം. ഇവിടെ സേവ് ചെയ്ത് അടുത്തതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി അതിനുശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വേണം കൊടുത്ത് നമ്മളൊരു പ്രിവ്യൂവിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ പ്രിവ്യൂവിൽ നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ഇവിടെ വരുന്നതാണ്. ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ താഴെയുണ്ട് ഇടത് സൈഡിൽ. ആ എഡിറ്റ് ഓപ്ഷനിൽ പോയി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് നേരത്തെ വന്നതുപോലെ വരികയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്നൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സൗകര്യം പോലെ പിന്നീട് നമുക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക, അതാണ് ഫൈനൽ സബ്മിഷൻ. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ID വരികയും ആ ID എന്യൂമറേറ്റർ പിന്നീട് വീട്ടിൽ വരുമ്പോൾ നൽകുകയുമാണ് ചെയ്യേണ്ടുന്നത്. ഇത് ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് ഞാനിവിടെ സമർപ്പിക്കുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്യുന്നില്ല. സെൻസസിൻ്റെ 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പും ജാതി സെൻസസും ഒക്കെ വരുന്നത്. ഇവിടെ നമ്മൾ ശരിയായ വിവരങ്ങൾ മാത്രമേ നൽകാവൂ, അല്ലെങ്കിൽ ശിക്ഷാർഹമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല
ഓഫ്ലൈനായിട്ട് എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ വിവരങ്ങൾ നൽകിയും 2027 സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.